ആരാണ് ജയിക്കുക തോൽക്കുക, ആർക്കാണ് കൂടുതൽ വിജയ ശതമാനം നമുക്ക് ലഭിക്കുക? നല്ലൊരു ആൾക്കാർക്ക് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഈ സ്കൂളിലൊക്കെ നല്ലോണം ചെയ്യുന്നവർക്ക് കിട്ടണം എന്നാണ്. ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് എന്ന താങ്കളിൽ ഇതെങ്ങനെ താങ്കൾ ഈ ഇലക്ഷൻ നോക്കി കാണുന്നു? ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് വോട്ടിംഗ് മെഷീനിലൂടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് CAP സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് HIM UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൻ്റെ മുമ്പിലാണ്. സമയം ഇപ്പോൾ 11 മണി. 12% സ്റ്റുഡൻസ് പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. തത്സമയം ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. എന്തൊക്കെ ക്രൈറ്റീരിയയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ച് വെച്ചിട്ടുള്ളത്? സ്കൂളിന് വേണ്ടി നല്ല കാര്യം ചെയ്യുന്ന ഉറപ്പുള്ള വിദ്യാർത്ഥിയാണ് എൻ്റെ വോട്ടുള്ളത്. അത് ആരാണെങ്കിലും ഞാൻ വോട്ട് ചെയ്യും. പേരെന്താണ്? മുഹമ്മദ് യാസിൻ ഷൈപ്പി. നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ? അതെ. ഏത് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്? സ്പോർട്സ് ക്യാപ്റ്റനായി. നിങ്ങൾക്ക് ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായും ഉറപ്പുണ്ട്. ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ പിന്തുണ വേണമെന്ന് എനിക്കറിയാം. അതിനാൽ ഞാൻ എന്തായാലും ജയിക്കും. എനിക്ക് തോന്നുന്നത് ഒരു 50%, 50-ൽ കൂടുതൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിനൊരു പ്ലേ ഗ്രൗണ്ടില്ല. പ്ലേ ഗ്രൗണ്ടിന് വേണ്ടി ഞാൻ അലിസാറിനോട് പറയുന്നു. പിന്നെ ഈ സ്കൂളിലെ ഓരോ കാര്യങ്ങളും പുനരാരാധനം ചെയ്യാനും വേണ്ടി ഞാൻ ശ്രമിക്കും. പേരെന്താണ്? വിശാൽ. ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? പേടിയുണ്ടോ? പേടിയില്ല. ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അതൊന്നും പറയാൻ പാടില്ല. ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? അവരുടെ ഞങ്ങൾക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ ജയിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഞങ്ങൾക്ക് ഉറപ്പും വേണം. പിന്നെ അവർ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല സപ്പോർട്ടും എല്ലാ കാര്യത്തിനും നല്ല നല്ല രീതിക്ക് സപ്പോർട്ടും എല്ലാ കാര്യത്തിനും ചെയ്യുന്ന ഒരാളായിരിക്കണം ഞങ്ങൾ ജയിപ്പിച്ചിടാണ്. ഞാനിപ്പോഴുള്ള പോളിംഗ് ബൂത്തിൻ്റെ മുമ്പിലാണുള്ളത്. ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും വളരെയധികം ആവേശപൂർവ്വമാണ് വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ 12:20 ആയിരിക്കുന്നു. 25% വോട്ടിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്കളുടെ ഈ വോട്ട് ചെയ്യുന്നതിൻ്റെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. വോട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. സ്കൂൾ ലീഡർ നല്ല ലീഡർ ആവാനായിട്ട് എനിക്ക് സന്തോഷമുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് 7B ക്ലാസ്സിൻ്റെ മുമ്പിലാണ്. നമുക്ക് ഈ ഇലക്ഷനെ പറ്റി ഈ ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാം ചോദിച്ചു നോക്കാം. നമുക്ക് ഈ ഇലക്ഷനെ പറ്റി ഈ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചറിയാം. പേരെന്താണ്? ഐഷ. ഈ ഇലക്ഷനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറയും. ടോട്ടല് 6 വിഭാഗമാണുള്ളത്. സ്പോർട്സ്, ആർട്സ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി. ഓരോ ഇതിൽ 4 പേര് വെച്ചാണ് മത്സരിക്കുന്നത്. ഇപ്രാവശ്യത്തെ വോട്ട് ഇച്ചിരി കൂടി ഹൈടെക് ആയിട്ടാണ് നമ്മൾ സ്കൂളിൽ ചെയ്യുന്നത്. അർഹതപ്പെട്ട കുട്ടികൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു. നമുക്ക് അടുത്ത കുട്ടികളോട് ചോദിച്ചറിയാം. ഈ ഇലക്ഷനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറയും. നല്ല അഭിപ്രായമാണ്. മിൻഹാജ് എന്നുവെച്ചാൽ അടിപൊളിയാണ്. ഇവന് നല്ല അഭിപ്രായമാണ്. എന്നുവെച്ചാൽ നമുക്ക് വോട്ടിംഗ് ഒക്കെ സിമ്പിൾ ആയിരുന്നു. അത്രേ ഉള്ളൂ. ശക്തമായ പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 72% വിദ്യാർത്ഥികളാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് നമുക്ക് ഏകാന നിമിഷങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. എങ്ങോട്ട് പോന്നേ? കോട്ടയം. ആർക്കാ വോട്ട് ചെയ്യുന്നേ? ബോളിന്. ആർക്കാ വോട്ട് ചെയ്യാ? എനിക്ക്. എന്തിനാ വോട്ട് ചെയ്യുന്നേ? ഫുട്ബോൾ. ആർക്കാ വോട്ട് ചെയ്യാ? ഫുട്ബോൾ. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 91% വോട്ട് കഴിഞ്ഞിരിക്കുന്നു.